അപ്പൊ ഇന്നൊരു റമദാൻ വ്ലോഗ് ആയാലോ? അതിന് നമ്മൾ ആദ്യം പേൽച്ചേക്ക് നീച്ച് ഫുഡൊക്കെ കഴിക്കണം. അപ്പൊ ഇന്നത്തെ ഫുഡ് എന്താ നോക്കാം. നമ്മളോട് ചോറും താളിപ്പൊന്നുമല്ല ഇന്ന്. ചിക്കൻ ഉണ്ട്, മുട്ട ഉണ്ട്, മോരുണ്ട്, അങ്ങനെ വളരെ സമ്പുഷ്ടമായ ഭക്ഷണമാണ്. അങ്ങനെ നേരം വെളുത്തു ഉച്ചയായി. ഒരു ഉച്ചേ മുക്കാലായപ്പോൾ 2 റീൽസ് ഒക്കെ എടുത്തപ്പോൾ വൈകുന്നേരമായി. ഇനിയാണ് നമ്മുടെ പരിപാടി. ഇനി അടുക്കളയിൽ കാണാൻ പോകുന്നത് വേൾഡ് വാർ ഒന്നും അല്ലെങ്കിലും ഒരു യുദ്ധം തന്നെയാണ്. യുദ്ധം ഇറാഖിലും ലെബനിലും പാലസ്തീനിലും ഒക്കെ ആണെങ്കിലും അത് അനുഭവിക്കേണ്ടത് പാവപ്പെട്ട നമ്മളും സമയവും തമ്മിലുള്ള യുദ്ധം. ഈ സാഹചര്യങ്ങളിൽ നമ്മൾ ഉമ്മമാരോട് തമാശകൾ പറയാൻ പോകരുത്. കാരണം ആ തമാശ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട്. മുട്ടബജി ഉണ്ടാക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. പക്ഷെ ഉമ്മാക്ക് എന്റെ പ്രവർത്തനങ്ങളിൽ എന്തോ ഒരു വിശ്വാസം കൂടുതൽ പോലെ. ലാസ്റ്റ് എന്നെ ഉണ്ടാക്കി. ഇനി പെൽച്ചയ്ക്ക് താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ പോയി മുരിങ്ങയുടെ ഇല പറിച്ചിട്ട് വരും അമ്മ. ഞാനത് തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് കണ്ടോണ്ട് നിൽക്കാതെ നിങ്ങൾ വിചാരിക്കേണ്ട. എനിക്കിവിടെ വേറെ പണിയുണ്ട്. ഞാനാണ് ഇന്നത്തെ പത്തിരി മേക്കർ, അതായത് പത്തിരി ചുടുന്ന ആൾ. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ബാങ്ക് കൊടുക്കാൻ ഇനി വെറും 5 മിനിറ്റുകൾ അവശേഷിക്കുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം കൊടുന്നു വെച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് കൊടുത്തു. ഒരു ആനേനെ തിന്നാൻ വിശപ്പുള്ള ഞാനാണ് ഒരു തുള്ളി വെള്ളം കുടിച്ചപ്പോൾ ഇര വിഴുങ്ങിയ പാമ്പിനെ പോലെ ആയത്. അത് കഴിഞ്ഞപ്പോൾ കാക്കൊരു കുൽഫി കൊടുന്നു. വയറിൽ സ്ഥലമുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. ഇനി പത്തിരി ഞാൻ എങ്ങനെ കഴിക്കും പഠിച്ചോനെ? അയാൾ എന്താ പറഞ്ഞത്? അയാൾ എന്താ പറഞ്ഞിട്ട് പോയതെന്ന്? അയാൾ നമ്മളെ തോൽപ്പിക്കാൻ ചുമ്മാ പറഞ്ഞതല്ലേ? അപ്പൊ ശരി, ഇന്നത്തെ നോമ്പ് കഴിഞ്ഞു. ഇനി നാളെ ബായ്.